എൻ്റെ പേര് ആതിര. ഭർത്താവ് വിദേശത്താണ്. എനിക്ക് ചെറിയൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയുണ്ട്. കുട്ടികളില്ല. എൻ്റെ കഥകളൊരു കഥയിൽ തീരില്ല. ഒരുപാട് പറയേണ്ടത്. അത് പലപ്പോഴായി കുറിക്കാം. എന്നിലെ അഴിഞ്ഞാടിയ കഥയാണ് ഞാൻ പറയുന്നത്. കല്യാണത്തിന് മുമ്പും അതിനുശേഷവും പലരുമായി ഞാൻ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു കാമുകനുണ്ടായിരുന്നു. എന്നാൽ അവൻ എന്നെ കളിച്ചിട്ടില്ല. പലരും പിടുത്തവും തടവലുമായി അക്കാലം കഴിഞ്ഞു. അതും വല്ലപ്പോഴും മാത്രം. പഠനം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി. അവിടെ നിന്നാണ് എന്നിലെ ഉണരുന്നത്. നാട്ടിൽ നിന്ന് ദൂരെ മാറി വേറൊരു ജില്ലയിലാണ് ജോലി കിട്ടിയത്. അവിടെ വെച്ചാണ് ഞാൻ സതീഷിനെ പരിചയപ്പെടുന്നത്. ആദ്യം കുറച്ച് നാൾ സാധാരണ സൗഹൃദം പോലെ പോയി. ഒരു ദിവസം രാവിലെ ഓഫീസിൽ പോയപ്പോൾ മഴയുള്ള ദിവസമായിരുന്നു. ഓഫീസിലെ 10ാം നിലയുടെ മുകളിലാണ്. മഴ പെയ്തതിനാൽ അന്നേ ദിവസം കറണ്ട് പോയി. അതുകൊണ്ട് ലിഫ്റ്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നടന്നു കയറാൻ തുടങ്ങി. പിന്നാലെ നടന്ന് കയറാൻ തുടങ്ങി. 1-2 നില കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ ഒപ്പം എത്തി. എന്നിട്ട് അവൻ എന്നെ പൂക്കളുള്ള ശക്തിയാകത്തേക്ക് എന്നോട് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ അറിഞ്ഞു? അപ്പോഴാണ് ഞാൻ അക്കാര്യം ശ്രദ്ധിക്കുന്നത്. മഴയായതിനാൽ ഞാൻ ഇട്ടിരുന്ന വലിയ ലെഗിൻസ് നനഞ്ഞ് ഷട്ടിയുടെ വെളിച്ചം പുറത്ത് കാണാമായിരുന്നു. സ്റ്റെപ്പ് കയറുതാൻ ഞാൻ തന്നെ അവനത് വ്യക്തമായി തന്നെ കണ്ടു. അത് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് കയറിപ്പോയി. എനിക്കെന്തോ അത് കേട്ടപ്പോൾ വല്ലാത്ത നാടൻ തോന്നി. ഓഫീസിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അടുത്ത ദിവസം ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ അവനുണ്ട്. ലിഫ്റ്റ് നീങ്ങിയപ്പോൾ ഇന്ന് പൂക്കളുള്ളതാണോ എന്ന അവൻ്റെ ചോദ്യം. അത് കേട്ട് ഞാൻ അറിയാതെ ചിരിച്ചു പോയി. ഒന്നും മിണ്ടിയില്ല. അതവനെ ധൈര്യം പറഞ്ഞാന്ന് തോന്നി. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ടോപ്പ് ചെറുതായിട്ട് പൊക്കി ലെഗിൻസിൻ്റെ ഷട്ടി നോക്കി. ഒരു നീല കളറ് ആയിരുന്നു ആ ഇട്ട ഷട്ടി. അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ ഞാൻ ആ സമയത്ത് ഞെട്ടലുണ്ടാക്കി. ഞാൻ അവൻ്റെ കൈ തട്ടം മാറ്റി. എനിക്കെന്തോ അവനോട് ദേഷ്യം തോന്നിയില്ല. അന്നത്തെ ദിവസം ഞാൻ മിണ്ടിയില്ല. അതുകൊണ്ടാണ് എന്തോ അവൻ എനിക്ക് മോഹം തരാത്തതാണ്. അന്ന് വൈകിട്ട് ഞാൻ അവനെ അങ്ങോട്ട് വിളിച്ചു. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അന്നൊന്നും അവനെക്കുറിച്ച് മിണ്ടിയില്ല. എന്നാൽ അവൻ എന്നോട് ഇഷ്ടമാണെന്ന് അതുകൊണ്ട് ചെയ്താണെന്ന് ഒത്തിപ്പറഞ്ഞു. അന്ന് മറുപടി കൊടുത്തില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു. നാട്ടിൽ ഒരാളുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞ് ഇനി നിർത്താമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ ആരും അറിയാതെ ഞങ്ങൾ പ്രേമിച്ചു. പെട്ടെന്ന് തന്നെ അത് കമ്പിയിലേക്കും കിടന്നു. സതീഷിനോട് പറഞ്ഞതിൻ്റെ പ്രധാന കാരണവും അത് തന്നെ ആയിരുന്നു. കമ്പി പറച്ചിൽ മാറ്റി നേരിട്ട് കളിക്കണമെന്നായി എനിക്ക് വന്നു. അങ്ങനെ റൂം എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആഴ്ച അവസാനം നാട്ടിൽ പോകുന്ന ഞാൻ ഇത്തവണ ലീവില്ലെന്ന് പറഞ്ഞു. ഹോസ്റ്റലിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നെന്നും പറഞ്ഞിറങ്ങി. പോകാനായി അവൻ കാറ് കൊണ്ടുവന്നു. കയറിപ്പോഴേ ആക്രാന്ത കൊണ്ട് അവൻ എന്നോട് ഉമ്മ വച്ചു. മുഖത്ത് തുടങ്ങിയത് പൊലയിലെത്തി. മുളകടിച്ചു ഉറയ്ക്കുന്ന പരുവത്തിൽ അവൻ കടിച്ചു നീക്കി. ഞാൻ തിരിച്ചു ഉമ്മ വച്ചു. പെട്ടെന്ന് ഞങ്ങൾക്ക് സാധാരണ ബോധം വന്നു. അവിടെ നിന്നു ഞങ്ങൾ കാറുമായി നീങ്ങി. കുറേ ദൂരെ മാറി ഒരു ഹോട്ടൽ റൂം എടുത്തു. റൂമിൽ കയറിയത് ഞങ്ങൾ ധാർത്തി തീരുവോന്ന് ഞങ്ങൾ ഉമ്മ വച്ചു. ഓത്തന്നെ തുടങ്ങി അതെൻ്റെ മുലയിൽ വരെ എത്തി. എനിക്കും പിടിച്ചു നിൽക്കാനായില്ല. തിരിച്ചും ചെയ്തു. ചുണ്ടി ചപ്പി വലിച്ചു. ശേഷം അവൻ എൻ്റെ ഷർട്ട് ഊരി. ശേഷം അവൻ എൻ്റെ ടോപ്പ് ഊരിയെടുത്തു. ഷിമ്മിൽ പൊതിഞ്ഞ് നിൽക്കുന്ന എൻ്റെ മുല കണ്ടിട്ട് അവന് സഹിക്കാനായില്ല. പുറത്തുകൂടി തന്നെ അവൻ ചപ്പാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ പാൻറ് ഊരി മാറ്റി. ഒരു നീല ഷട്ടിയായിരുന്നു. അത് ഊരാതെ തന്നെ അവൻ എൻ്റെ ഉള്ളിൽ വിരലിട്ടു. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യും തുറന്നിലേക്ക് അടുപ്പിച്ചു. പിന്നാലെ എൻ്റെ ഷിമ്മിയും അവൻ ഊരി. പക്ഷെ അടിയും പ്രായമാണ് മാത്രമാണ് എൻ്റെ ശരീരത്തിൽ ബാക്കിയുള്ളത്. ബാക്കിയുള്ളത് കൂടി ഊരാൻ തുടങ്ങിയപ്പോൾ അവൻ തടഞ്ഞു. എന്നിട്ട് അവനിൽ നിന്ന് അവൻ അങ്ങനെ നിന്നെടുത്ത് കട്ടിലേക്ക് ഇരുന്ന്. എന്നിട്ട് ടി വിയിൽ ഒരു ഐറ്റം സോങ് പ്ലേ ചെയ്തു. എന്നിട്ട് അതുപോലെ ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ചന്തി മൊലിയൊക്കെ കുലുക്കി ഞാൻ ഡാൻസ് ചെയ്തു. അതിൽ ഡാൻസ് ചെയ്യുന്ന പെണ്ണ് നായകൻ്റെ അടുത്തേക്ക് ചെന്നൊരു രംഗമുണ്ട്. അതുപോലെ ഞാനും അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ ഒറ്റ വലി ക്ലിപ്പോടി അത് അവൻ്റെ കയ്യിലിരുന്നു. അവനത് മണപ്പിച്ചാഫിച്ചു. ഇന്നലെ ഞാനായി
ചട്ടൂരി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. അവനതും അസൂയിച്ച് ഇതെല്ലാം എന്തോ എനിക്കും രസമുണ്ടോ. അതിനുശേഷം അവൻ എന്നെ കട്ടിലേക്ക് തള്ളിയിട്ട് മുകളിൽ കയറി കിടന്നു. ഞങ്ങൾ ഗാഠമായി ചുംബിച്ചു. നാക്കുൾ കടത്തി ഉമിനീർക്കായി മാറി. അവന് എഴുന്നേറ്റ് അവൻ്റെ ഡ്രസ്സ് ഊരി മാറ്റി. അങ്ങനെ പിറന്ന പൊടി ഒരുത്തൻ്റെ മുന്നിൽ ഞാൻ അങ്ങനെ കിടന്നു. മുഖം മൊത്തത്തിൽ ഉമ്മയ്ക്കാൻ തുടങ്ങി. താഴെ പൂറിലെത്തിയപ്പോൾ അത് നക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായി അനുഭവിക്കുന്ന സുഖം. അത് അവൻ്റെ മുഖം അതിലേക്ക് ചേർത്ത് പിടിച്ച് കുറേ നേരം അങ്ങനെ ചെയ്തിട്ട് അമ്മോലെ ചപ്പാൻ തുടങ്ങി. ഇതെല്ലാം ആയപ്പോഴാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം. അത് കഴിഞ്ഞപ്പോൾ അവൻ സാധനം എടുത്ത് പൂറിൽ തള്ളിക്കയറ്റാൻ തുടങ്ങി. ആദ്യമായി കയറുന്ന കൊണ്ട് വേദന തോന്നി. ഞാൻ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അവൻ എൻ്റെ ഷർട്ടീൻ്റെ അടുത്ത് വായിത്തിരി. എന്നിട്ട് ബലം കൊടുത്ത് സാധനം തള്ളിക്കയറ്റി. എന്നിട്ട് പുറത്തെടുത്തു. 3-4 പ്രാവശ്യം ആയപ്പോൾ എൻ്റെ വേദന സുഖത്തിലേക്ക് വഴിമാറി. സൂചിക്കുന്നത് കണ്ടപ്പോൾ അവൻ അടിക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടി. ഞാൻ സൗണ്ട് ഉണ്ടാക്കി. ഇതിനിടയിൽ എന്തൊക്കെയോ തെറിയും വിളിച്ചു. അവൻ ഇതെല്ലാം ആസ്വദിച്ച് ആ മുറയിൽ പ്ലക് 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 സൗണ്ട് നടന്നു. അങ്ങനെ ഒരു 20 മിനിറ്റോളം ചെയ്തു. ഇതിനിടയിൽ കൈപ്പണി കുറച്ച് കഴിഞ്ഞപ്പോൾ അവനകത്ത് വായിൽ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. കയ്യിൽ പിടിച്ചപ്പോൾ അതിൽ ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. ആദ്യമായി ആയതിനാൽ തൊലി പിന്നോട്ട് നീക്കാതെ തന്നെ വായിലെടുത്തപ്പോൾ അവനത് മാറ്റി വെച്ച് തൊലിച്ച് ഒരു വല്ലാത്ത സ്മെല്ല് തോന്നിയെങ്കിലും ഞാനത് കാര്യമാക്കാതെ വായിലെടുത്ത് തുടങ്ങി. അവനത് വല്ലാതെ ആസ്വദിക്കണമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയും എടുത്ത് എൻ്റെ പൂഴി കൊമ്പൊക്കെ ഏറ്റിയടിക്കാൻ തോന്നി. മുമ്പുള്ള വേദന തോന്നിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നു. അവനത് വിരലിപ്പോഴത്തെ എൻ്റെ വായിലേക്ക് വെച്ച് തന്നു. എനിക്കതെടുക്കാനായി തോന്നിയില്ല. എൻ്റെ ചുണ്ട് കടിച്ച് അപ്പോൾ എൻ്റെ പൂഴിലെ വെള്ളം അവൻ്റെ നീരുമെല്ലാം എൻ്റെ വായിലേക്ക് അത് ഒഴിച്ചെടുത്ത് ഞാൻ. എന്നിട്ട് അവൻ പിന്നെയും താഴെ കയറ്റി. അധികമായി അതാണ് അവനും വന്നു. ഉള്ളിലാകുന്നതിന് മുമ്പേ അവൻ പുറത്തെടുത്തു. എടുത്താൻ തിളച്ച് തോർമ്മിച്ചായിരുന്നു. എൻ്റെ മുഖത്തായിരുന്നു അത് വീണത്. അതെൻ്റെ അന്നെൻ്റെ വായിലുമായി. ഞാനത് കുട്ടിച്ചു. മുഖത്ത് മുഴുവൻ പാലായിരുന്നോണ്ട് അവൻ ചിരിച്ചു. ഞാനും പൊഞ്ചിരിച്ചു. അത് തുറയ്ക്കാൻ പോലും ഞാൻ ശ്രമിച്ചില്ല. അവനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങുമ്പോൾ അവൻ നല്ല ഉറക്കം. ബാത്റൂമായ ഒരു കൂടി പാസ്സാക്കി വന്നപ്പോൾ അവൻ ഉറങ്ങിച്ചു. അവൻ എന്നെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊണ്ട് പൊരിഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ 3-4 കഴി കഴിഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് പോയത്. അതിൽ കൂടുതൽ ഞാനായിരുന്നു മുൻകൈ എടുത്തത്. അതിൽ ഞാൻ കയറിയിരുന്ന് അടുക്കുകയും 69 ചെയ്യുകയൊക്കെ ചെയ്തു. അതായിരുന്നു എന്നിലെ ആദ്യത്തെ കളിക്കാരുടെ തുടക്കം.